വീട്ടിലെ ചാച്ചി പോയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ അനാഥമായിരുന്നു. സർ സി പിക്കെതിരെ സർ സി പിക്ക് എതിരെയല്ല, സർ സി പിക്ക് മുഴുവൻ എതിരെ ആയിരുന്നു എഴുതിയതിനാണ് അറസ്റ്റ് ചെയ്തത്. വർക്കിയിലെ വിപ്ലവകാരിക്ക് ജീവിക്കുന്ന നാടിൻ്റെ അസ്വതന്ത്രമായ അവസ്ഥയെ കാണാതിരിക്കാനായില്ല. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ഇദ്ദേഹം സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തെ കഥകളിലൂടെ തുറന്നു തീർത്തു. അന്നാ ചാച്ചി ജയിലിൽ നിന്ന് എന്താ എഴുതി കൊടുക്കുകയാണെങ്കിൽ വിടാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നല്ലോ. മാപ്പ് എഴുതി കൊടുക്കണം, അത് കൊടുക്കുകയല്ല ഞാൻ പറയാം. കുറ്റക്കാരൻ കുറ്റം സമ്മതിക്കുന്നതല്ലേ മാപ്പെഴുതുക. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ മാപ്പെഴുതി കൊടുക്കേണ്ട കാര്യം. ഞാൻ കഥ എഴുതുന്നു എന്നുള്ള എൻ്റെ കുറ്റമാണ്. അങ്ങനെ ചെറുകഥ എഴുതിയതിന് ജയിൽവാസം അനുഭവിച്ച കഥാകൃത്തായി പൊൻകുന്നം വർക്കി. എന്നോട് അനുഭവമുള്ള ഒരു ജയിൽ ഓഫീസർ എന്നോട് പറഞ്ഞു, പശ്ചാത്തപിക്കുന്നതായിട്ട് ഒന്ന് രേഖപ്പെടുത്തി തന്നാൽ ഇവിടുന്ന് വിടുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഇല്ല, പശ്ചാത്താപം ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ അയാൾ ധിക്കാരമായിട്ട് പറഞ്ഞു, എന്നാൽ കിടന്നോളാം. പിന്നെ കിടക്കാതെ ഞാൻ ഇറങ്ങി ഓടിയോ ജയിലിൽ നിന്ന്. നല്ല പ്രതിഫലം പറ്റിക്കൊണ്ട് ഒതുങ്ങാവുന്ന കാര്യങ്ങളായിരുന്നു. ആ വക പ്രലോഭനങ്ങളിൽ ഒന്നും ഉൾപ്പെടാതെ ധീരമായിട്ട് സർക്കാരിനെ എതിർക്കുകയും സർക്കാർ ശിക്ഷിക്കുകയും ചെയ്തു. താൻ ജനിച്ചു വളർന്ന കത്തോലിക്ക സമുദായം പള്ളി മേധാവിത്വത്തിലൂടെയും പൗരോഹിത്യത്തിലൂടെയും വളർത്തിയ അന്ധവിശ്വാസത്തിനെതിരായും കപട സദാചാരത്തിനെതിരായും അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി. സമുദായ ചരിത്രത്തിലെ അപൂർവമായൊരു ഏറ്റുമുട്ടൽ. എന്നെ എന്തു ചെയ്യണമെന്ന് തയ്യാറായിട്ട് കുറച്ച് ചട്ടമ്പികൾ ഉണ്ടായിരുന്നു. കാരണം ക്രിസ്തു മതത്തെയല്ലേ ഞാൻ ആക്ഷേപിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സഹിക്കുകയില്ല. തീരെ ചെറുപ്പത്തിൽ പള്ളിയോടടുത്തിരുന്നെങ്കിലും സമുദായത്തിലെ സമ്പന്നർക്കും പ്രമാണിമാർക്കും മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ എന്ന് മനസ്സിലാക്കി ചെറുപ്പത്തിൽ തന്നെ പള്ളിയോടകന്നു. ധീരമായ വൈദിക പ്രാമുഖ്യത്തെ ചോദ്യം ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴും അദ്ദേഹം വിചാരിക്കുന്നില്ല. അതൊക്കെ യാദൃച്ഛിക സംഭവങ്ങളാൽ തട്ടിമറിഞ്ഞു പോയി. വർക്കിയിലെ സാമൂഹ്യ വീക്ഷണത്തിൻ്റെ ആർദ്രമായ മുഖം കാണിച്ചു തരുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കർഷക കഥകൾ. അസകൃതനായ കർഷകനെ നോക്കി ഞാൻ കരഞ്ഞതാണ് ശബ്ദിക്കുന്ന കൽപ്പം. കർഷകന്റെ ദയനീയതയാണോ അതോ കാളയുടെ കഥ എഴുതണോ എന്നുള്ള? അല്ലല്ല, മനുഷ്യന്റെ കഴിഞ്ഞിട്ടാട്ടെ കാള. കണ്ണനെ കയർ മാറ്റുന്ന നേരത്ത് ഔസേപ്പിച്ചേട്ടൻ അവിടെ നിന്നില്ല. കയറു മാറുമ്പോൾ 1 രൂപ കയറ്റുകാണം കിട്ടുന്നതാണ്. എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത കണ്ണുനീർ തുള്ളികളോടുകൂടി അയാൾ മാറിക്കളഞ്ഞു. ആ മുറ്റത്തു നിന്നിറങ്ങാൻ കണ്ണന് മനസ്സിലായിരുന്നു. അവൻ തൻ്റെ ജീവനായ രക്ഷിതാവിനെ കാണാൻ തല പൊക്കി നോക്കി. ആ സമയം തെക്കേ പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ണു തുടച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ.